ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നോക്കുക, അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹത്തെ തീകുണ്ടാരത്തിലേക്ക് എറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഓരോ നബി എടുത്തു നോക്കുക. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്താൽ അദ്ദേഹം നാട് വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ യൂസഫ് നബി അലൈഹിസ്സലാം പൊട്ടക്കിണറ്റിലേക്ക് എറിയപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഓരോ നൂഹ് നബി അലൈഹിസ്സലാമിനെ പറ്റി സ്വന്തം ഭാര്യ വരെ ഭ്രാന്തൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചിട്ടുണ്ട്. അയ്യൂബ് നബി രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. സക്കരിയ നബിയും ഇബ്രാഹിം നബിയും മക്കളില്ലാതെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ അവർ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ പ്രതിസന്ധികളെ അവർക്ക് അതിജീവിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട് എന്നുള്ള സ്മരണ അവർക്കുണ്ടായി. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീകുണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹസ്ബുനല്ലാ, ഞങ്ങൾക്ക് അല്ലാഹു ഉണ്ട് എന്ന് പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാമും ബനു ഇസ്രായേലുകാരും രക്ഷപ്പെടുമ്പോൾ ഫിർഔനും അവന്റെ പട്ടാളവും അവരെ വലയം ചെയ്യുന്നുണ്ട്. സമുദ്രത്തിനും സൈന്യത്തിനും ഇടയിലായ സന്ദർഭത്തിലും ഇന്നാലെ മുദ്റക്കൂൻ, മൂസ നമ്മൾ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും മൂസാ നബി പറഞ്ഞത് ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവൻ എനിക്കൊരു മാർഗം കാണിച്ചു തരും. യൂസുഫ് അലൈഹിസ്സലാമിനെ നഷ്ടപ്പെട്ട് വിഷമിച്ച് നിൽക്കുമ്പോൾ യാക്കൂബ് അലൈഹിസ്സലാം പറയുന്നുണ്ട്, ഇന്നമാ അഷ്കൂ ബസീ വഹുസിനി ഇലല്ലാ, എൻ്റെ മനസ്സിൻ്റെ ദുഃഖവും വിഷമങ്ങളും എല്ലാം അള്ളാനെ ഞാൻ ഏൽപ്പിക്കുന്നു പറയുന്നുണ്ട്. ഫസബുറുൻ ജമീൽ, ഞാൻ ഭംഗിയായി ക്ഷമിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഏത് പരീക്ഷണങ്ങളും പ്രതിസന്ധികളിലും നമ്മുടെ മനസ്സിനുള്ള കരുത്ത് എന്ന് പറഞ്ഞാൽ അള്ളാനെ പറ്റിയുള്ള ഓർമ്മയാണ്.